കടം കൊണ്ട് കരയുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന നിങ്ങളെ കർത്താവായ യേശു ഇന്ന് രാവിലെ കാണുന്നു. ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള അതിശക്തമായൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാനാണ് സത്യത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത്. മാറ്റങ്ങളും വിടുതലുകളും ഇന്ന് പകലുണ്ടാകും. കർത്താവിൻ്റെ മക്കളെ, സമാധാനിക്ക്. യേശു നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിൽ, പുതിയ വഴി ഇന്ന് തുറക്കും. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവെഴുത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-8 വചനങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം പറയുകയാണ്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത് കേവലം ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല. കടമെന്ന് പറയുന്നത് ഒരു സംഖ്യയല്ല, അത് ഉറക്കമില്ലാത്ത കുറേ രാത്രികളാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫോൺ കോളുകളാണ് അതിൽ കടമായി നിങ്ങൾ ഇന്ന് പകൽ നേരിടുന്നത്. ചുരുക്കത്തിൽ അത് കുറച്ച് പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അഭിമാനത്തിൻ്റെയും ജീവിക്കാനുള്ള ധൈര്യത്തെയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എനിക്കറിയാം, ചില വീടുകളിലെ ഇന്നത്തെ വഴക്കുകൾ തമ്മിൽ സ്നേഹമില്ലാത്തതല്ല, ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ പണമില്ലാത്തതിൻ്റെ പേരിലുള്ളതായ സങ്കടങ്ങളുടെ പൊട്ടിത്തെറികളാണ് അവിടെ ഉണ്ടാകുന്നത്. പലപ്പോഴും ചില കുഞ്ഞുങ്ങളുടെ കണ്ണിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേടുകളായിട്ടാണ് ഈ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. പലരും ദൈവം നിങ്ങൾക്ക് നൽകിയ മനോഹരമായൊരു ജീവിതം ഈ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ പര്യവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന വിധത്തിലുള്ള വലിയൊരു സമ്മർദ്ദമായി ഇത് അനേകരുടെ ജീവിതത്തിൽ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കടത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ പ്രശ്നത്തിലായിരിക്കുമ്പോൾ യേശു നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പലരും ചിന്തിക്കുന്നു, ദൈവമേ നീ എന്നെ ശിക്ഷിക്കുകയാണോ? എന്തിനാണ് എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ കർത്താവെ, ഞാൻ നിൻ്റെ കണ്ണിൽ കാണാത്ത വിധം മറ്റെവിടെയൊക്കെയോ ആയിപ്പോയിരിക്കുകയാണോ? കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവം ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ മാത്രമല്ല, അവിടുന്ന് നിങ്ങളെയും വ്യക്തമായി കാണുന്നു. കർത്താവ് വ്യക്തമായി ഈ വചനത്തിലൂടെ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ ഞാൻ കാണുന്നു. ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതാണ് വ്യക്തമാക്കുന്നത്. അല്ലാതെ ദൈവം ഇങ്ങനെ പറയുന്നില്ല, ഞാൻ അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് കണ്ടിരിക്കുന്നു, ഞാൻ അവരുടെ സമ്മർദ്ദങ്ങൾ കണ്ടിരിക്കുന്നു. അതല്ല, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നു. അതെ, നമ്മുടെ ദൈവം ഇന്ന് രാവിലെ കഷ്ടതകളെ കാണുന്നു. യേശു നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പോംവഴി ഒരുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കാൾ, നിൻ്റെ അക്കൗണ്ട് ബാലൻസുകളെക്കാൾ ഉപരിയായി നിൻ്റെ ഹൃദയത്തെയാണ് ഇന്ന് രാവിലെ കർത്താവ് കാണുന്നത്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കേവലം പണമില്ല എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കുമ്പോൾ കുറച്ച് പൈസ മാത്രം ഒരുക്കി തരുന്നൊരു വഴിയല്ല, നഷ്ടപ്പെട്ടു പോയ നിൻ്റെ അഭിമാനത്തെ തിരികെ തരുന്ന, ഇതിനാൽ നിനക്ക് വന്നുപോയതായ സകലവിധമായ സന്തോഷങ്ങളെ നിനക്ക് മടക്കി തരുന്ന വിധത്തിലാണ് കർത്താവ് ഈ കാര്യങ്ങളെ ജീവിതത്തിൽ ഒരുക്കുന്നത്. ദൈവമക്കളെ, കടം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, അത് ആത്മാവിനെ തകർക്കുന്ന ഒരു വല്ലാത്ത ബന്ധനമാണ്. സദൃശ്യവാക്യങ്ങൾ 22:7 നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, കടം വാങ്ങുന്നവൻ കടം നൽകുന്നവൻ്റെ ദാസനാണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കടം മനുഷ്യൻ്റെ സന്തോഷവും ധൈര്യവും പ്രത്യാശയും കവർന്നെടുക്കുന്നു എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആവശ്യ സമയത്ത് കൈനീട്ടിപ്പോയി, ഒരു കാര്യം നടക്കേണ്ട സമയത്ത് ഇറങ്ങി പുറപ്പെട്ടു പോയി. പക്ഷേ എന്ത് ചെയ്യാം? പക്ഷേ ഇപ്പോൾ ബന്ധനത്തിലായിപ്പോയിരിക്കുന്നു. ആരൊക്കെയോ നമ്മളെ അടിമപ്പെടുത്തുന്ന വിധത്തിലേക്ക്, പിടിച്ച് അമർച്ച ചെയ്യുന്ന വിധത്തിലേക്ക്, കടുത്ത സമ്മർദ്ദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. പക്ഷേ ഈ കടം വാങ്ങുന്നവൻ കടം നൽകുന്നവനെ ദാസനാണ് എങ്കിൽ, ദാസന്മാരെ സ്വതന്ത്രനാക്കാൻ വന്ന ഒരാളെയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. അത് കർത്താവായ എൻ്റെ യേശുവാണ്. ബൈബിൾ നമ്മളോട് പറയുന്നു, ഗലാത്യ ലേഖനത്തിലൂടെ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, സ്വാതന്ത്ര്യത്തിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഏത് തരത്തിലുള്ളതായ കേവല ന്യായപ്രമാണം മാത്രമല്ല ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിന് കഴുത്തുയർത്താൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ, നിൻ്റെ ജീവിതത്തിൻ്റെ മീതെ കഠോരമായി ഉയർന്നു നിൽക്കുന്ന ഏത് ഭീമാകാരമായ നുഖത്തിൻ്റെ കീഴിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുന്ന കരുണാമയനാണ് നമ്മുടെ കർത്താവായ യേശു. ഇന്ന് രാവിലെ അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടിയാണ് ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നിങ്ങളുടെ കരച്ചിലുകൾ
സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് നമ്മുടെ കരച്ചിലുകൾ കേൾക്കുന്നതിന് മുൻപേ അവിടുന്ന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയി നമ്മുടെ പ്രത്യാശയെ അവിടുന്ന് നമുക്ക് നൽകി തരും. എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനെത്തുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രെയർ ചെയ്യാനിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകാറുണ്ട്. സാത്താൻ ആദ്യം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും കവർന്നെടുക്കുന്നത് അവരെ കുറച്ച് പണമല്ല, പകരം അവരുടെ പ്രത്യാശയാണ്. ജീവിക്കുവാനുള്ള ധൈര്യമില്ലായ്മയാണ് പിന്നീട് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു മനുഷ്യനെ ഇങ്ങനൊരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ നിൻ്റെ ലൈഫ് സെറ്റാകാൻ പോകുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള അതിശയോക്തി നിറഞ്ഞതായ ഒരു തെളിവെന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ പ്രത്യാശയെ മടക്കി തരികയാണ്. ഞാൻ രക്ഷപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അത്ഭുതകരമായൊരു പ്രവൃത്തിയുടെ തുടക്കമാണ്. അതെ, പ്രത്യാശ വർദ്ധിക്കുന്നു. ദൂരേന്ന് ഒരു കടലിൽ ദൂരേന്ന് ഒരു വലിയ മേഘം പൊങ്ങുന്നത് പോലൊരു കാഴ്ച, കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്പുയർന്നു വരുന്ന പോലൊരു കാഴ്ച. പിന്നീട് മനസ്സിലായി, അല്ല, ഇത് മേഘവുമല്ല കമ്പുമല്ല, ഇത് ഒരു കപ്പൽ വരുന്നതിൻ്റെ ചിത്രമാണ്. ദൂരേന്നൊരു കപ്പൽ ഉയർന്നു വരുമ്പോൾ ആദ്യം അതിൻ്റെ പുകക്കുഴലിലൂടെ വരുന്ന പുക കാണുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷയത്തിൽ ഉടലെടുക്കുമ്പോൾ ആദ്യം ഉയരുന്നത് പ്രത്യാശയുടെ മേഘമാണ്. രാവിലെ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവം അത് അയക്കുകയാണ്. നിന്നെ സഹായിക്കുവാനുള്ള വഴികളുമായി യേശുവിൻ്റെ ദൈവം സഹായത്തിനായി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന, മേഘാരൂഢനായി വെളിപ്പെട്ടു വരുന്ന സന്തോഷം നീ കാണാൻ പോവുകയാണ്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജ്ഞാനം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നമ്മളായി പോകും. നമ്മുടെ പരിജ്ഞാനം മോഷ്ടിക്കപ്പെടും. നമുക്ക് ഐഡിയാസ് ഒരുപാടുണ്ടെങ്കിലും ഒന്നും വർക്ക് ചെയ്യാത്തൊരു സാഹചര്യമായി പോകും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനത്തെ മടക്കിത്തരും. അതായത് അവിടുന്ന് അത്ഭുതങ്ങൾ ദൈവം നൽകുന്ന ദൈവം മാത്രമല്ല, അവിടുന്ന് ജ്ഞാനങ്ങളുടെ ദൈവമാണ്. ആമേൻ. പലപ്പോഴും എന്തുകൊണ്ട് ദൈവം ഇങ്ങനൊരു പ്രശ്നത്തിൽ അകപ്പെടുന്ന ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരുമ്പോൾ ജ്ഞാനം നൽകുന്നു? കടബാധ്യത മാറാൻ പാസ്റ്ററെ പൈസ പോരാ, പ്രത്യാശയുടെ ആവശ്യകതയുണ്ട്. എന്താണ് ജ്ഞാനത്തിൻ്റെ ആവശ്യകത? പലരും ഇങ്ങനെയുള്ള വിപത്തുകളിൽ അകപ്പെട്ടു പോയതിൻ്റെ പുറകിൽ തെറ്റായ തീരുമാനങ്ങളാണ് പലരെയും കടത്തിലാക്കിയത്. ഒരു പ്രശ്നത്തിലേക്ക് കുറച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളതല്ല ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല കടങ്ങളുടെയും പുറകിലുള്ളത്. പകരം അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. അപ്പോൾ ആ തെറ്റായ തീരുമാനത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവിക പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിന്മേൽ നിറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവിക തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് നിങ്ങളുടെ മേൽ പകരും. തലയിൽ കൈവച്ച് പറ, യേശുവേ, പുറത്തു വരുവാനുള്ള പരിജ്ഞാനം തരണമേ. ജ്ഞാനത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ തുറക്കുമാറാകണമേ. ഈ വിഷയത്തിൽ നിന്ന് വെളിയിൽ വരുവാനുള്ള കൃപ എനിക്ക് പകർന്നു തരണമേ. ഞാൻ എങ്ങോട്ട് തിരിയണമെന്നുള്ളതായി ദിശയിലേക്ക് അവിടുത്തെ പ്രകാശം എനിക്ക് തെളിച്ചു തരണമേ. കർത്താവിൻ്റെ പൈതലേ, നിൻ്റെ കുടുംബം രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ദൈവം നിനക്കത് തുറന്നു തരിക തന്നെ ചെയ്യും. മൂന്നാമത്തെ കാര്യം, ദൈവം പുതിയ വാതിലുകളെ തുറക്കുന്നവനാണ്. നമ്മൾ കാണാത്ത വഴികൾ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. അവിടുന്ന് ഇത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ എണ്ണാത്ത മനുഷ്യർ നമ്മുടെ മുമ്പിലേക്ക് വരും കേട്ടോ. ആ വ്യക്തികളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുമായി കൃത്യമായിട്ടുള്ളതായ സമ്പർക്കങ്ങൾ, പരിചയപ്പെടലുകൾ, കൂടിച്ചേരലുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവായിട്ട് തന്നെ ഒരുക്കുന്നതാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നൊരു സാഹചര്യത്തിൽ നടുവിൽ നീ വേദനിക്കുമ്പോൾ ഒരു ചോദ്യം നിനക്ക് ചോദിക്കാനുണ്ട്. പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമോ? എൻ്റെ ഉത്തരം അതെ, തീർച്ചയായും എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കടം കൊണ്ട് പൊറുതിമുട്ടിയ അനേകരുടെ കണ്ണുനീരിൻ്റെ സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യേശു അവരെ വിടുവിച്ച, ദൈവം അവരെ വിടുവിച്ച വിവിധ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരിക്കൽ എലീശ പ്രവാചകൻ്റെ കാലത്ത് ഒരു പ്രവാചക ശിഷ്യയുടെ വീട്ടിൽ നടന്ന ഒരു അത്ഭുതമാണ്. അവളുടെ വീട്ടിൽ കടക്കാർ വന്ന് തങ്ങളുടെ മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അവളുടെ വീട്ടിലുള്ള എണ്ണ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു. യേശുവിനൊരിക്കൽ ടാക്സ് അടയ്ക്കേണ്ട സാഹചര്യം പോകുമ്പോൾ കർത്താവിൻ്റെ കയ്യിൽ ക്യാഷില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞു, പോയി ചൂണ്ടയിടുവാൻ. ആദ്യം കാണുന്ന മീനിൻ്റെ വായിൽ നാണയമുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു. കൃത്യമായിട്ടത് നടന്നില്ലേ? മരുഭൂമിയിൽ 5 അപ്പവും 2 മീനും കൊണ്ട് അത് വർദ്ധിപ്പിച്ച് ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവ് പോഷിപ്പിച്ചില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, അല്പമായുള്ളതിൽ നിന്നും വിശാലതകളുണ്ടാകും. ഇപ്പോഴുള്ളതിനകത്തു നിന്നും ഒരു വർധനവ് കർത്താവ് ഒരുക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മേഖലയിൽ നിങ്ങൾക്ക് നൽകും. എന്നാൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോ അത്ഭുതത്തിനും പിന്നിൽ വിശ്വാസവും അനുസരണവും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നീ ദൈവത്തെ സംശയിക്കരുത്, പിറുപിറുക്കരുത്. എനിക്കിങ്ങനെ വന്നല്ലോ എന്നോർത്ത് സ്വന്തം ജീവിതത്തെ ശപിക്കരുത്. ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുന്നു. ദൈവം നമ്മളെ മാനിക്കാൻ പോകുന്നു. ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ പോകുന്നു. മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തിനെ പോലെയാണ് ഇപ്പോൾ നിന്റെ സാഹചര്യം. 1 കൊരിന്ത്യർ 13 22 23 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 13 22 23 വാക്യങ്ങൾ. 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 1 കൊരിന്ത്യർ 13
ഒരുപക്ഷെ ഈ ഒരു പ്രകാശം കാണാൻ വയ്യാത്ത സാഹചര്യത്തിൻ്റെ തടവറയിലായിരിക്കുമ്പോൾ സങ്കടങ്ങൾ ഒരുപാടുണ്ടാകാം. പക്ഷേ ഇത് രാവിലെ ധൈര്യത്തോടെ പറ, നമ്മൾ കിളിർത്തു പൊന്താൻ പോവുകയാണ്, നമ്മൾ തല ഉയർത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ റോൾ എന്താണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് നിങ്ങളോട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാനുള്ളത്. നമ്മൾ ഇങ്ങനെയൊരു കടബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വഴിയോട് ചേർന്ന് ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാന്ത്രിക പരിപാടികളൊന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദവും പലർക്കും പ്രാവർത്തികമാക്കാനും കഴിയുന്ന അടിസ്ഥാനപരമായ ചില മാർഗങ്ങൾ, തത്വങ്ങൾ ദൈവം നമ്മളെ കാണിച്ചു തരും. യേശു ഒരു രക്തസ്രവക്കാരി സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കിയത്, അല്ലെങ്കിൽ അവൾ യേശുവിനെ തൊട്ട് സൗഖ്യമായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, രക്തസ്രവം പോലെ പലരുടെയും ജീവിതത്തിലുള്ളതായ ഫിനാൻഷ്യൽ ബ്ലീഡിങ്ങിനെ നിർത്തേണ്ടതായിട്ടുണ്ട്. ഒരു രോഗിക്ക് ആദ്യം മുറിവ് കിട്ടുന്നത് എവിടെയാണ്? ആ മുറിവ് എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയാണ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രക്തച്ചോർച്ച ഉണ്ടാകും, ആ വ്യക്തി പൂർണ്ണമായും വീണ് മരണപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ന് രക്തസ്രവമുള്ള മേഖലകളെ വെച്ച് കെട്ടുന്നത് പോലെ സാമ്പത്തിക ലോകത്തിൽ രക്തസ്രാവം എന്ന് പറയുന്നത് പുതിയ പുതിയ കടമെടുക്കലാണ്. ഒരു കടം തീർക്കാൻ അടുത്ത കടമെടുക്കുന്നു, അത് തീർക്കുവാൻ അതിൻ്റെ പലിശ കൊടുക്കുവാൻ അടുത്തടുത്തൊന്നും മേടിക്കുന്നു. നോ, ഇതൊരിക്കലും പാടില്ല. പുതിയ കടമെടുക്കലുകൾ പാടില്ല, അനാവശ്യ ചെലവുകൾ പാടില്ല, ക്രെഡിറ്റ് കാർഡുകളോ വായ്പയുടെ പുതിയ ചക്രങ്ങളിലേക്ക് നിന്ന് വീഴുന്നതോ ഇതൊന്നും പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന അടുത്ത പുതിയ കടം സ്വീകരിക്കത്തില്ല എന്ന് ദൈവസന്നിധിയിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരിക്കൽ കൂടെ ഞാൻ ഇനിയും കടത്തിന് ദാസനാകാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിടുതലായി തീരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കടം തീർക്കുവാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് പൈസയല്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്ലാങ്ക് പേപ്പറും ഒരു പേനയുമാണ്. എന്താ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത? ഒരു വ്യക്തമായൊരു പേപ്പറും പേനയും വേണമെന്ന് എന്തുകൊണ്ടാണ് പാസ്റ്ററെ നിങ്ങൾ പറയുന്നത്? ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. എല്ലാ കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ തീരണമെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ആദ്യം ഒന്ന് എഴുതേണ്ടതായിട്ടുണ്ട്. ഇത് ആർക്കാണ് ഞാൻ നൽകാനുള്ളത്? എത്ര തുകയാണ് ഞാൻ നൽകാനുള്ളത്? എത്ര പലിശയാണ് ഞാൻ ഇതിനുപരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതിനുവേണ്ടി മാസത്തവണയായിട്ട് ഞാൻ എത്ര രൂപയാണ് അടയ്ക്കുന്നത്? ഇത് ഞാൻ കൊടുത്തു തീർക്കേണ്ട അവസാനത്തെ തീയതി എന്നാണ്. അത് തീർത്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നിയമപ്രശ്നങ്ങൾ എന്താണ്? കർത്താവിൻ്റെ മക്കളെ, മനസ്സിനകത്ത് കടം കയറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു വ്യക്തതയില്ലായ്മയാണ് നമുക്ക് പലർക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഓർത്തോ, ഇത് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടാകും. നിങ്ങൾ ഒരു ബ്ലർഡായിരിക്കുന്ന കണ്ണാടി വെച്ചുകൊണ്ട് മനുഷ്യരെ നോക്കിയാൽ അവിടെ നിൽക്കുന്നത് മോനുഷ്യനാണോ അവിടെ നിൽക്കുന്നത് തങ്കപ്പനാണോ എന്ന് മനസ്സിലാകുകയില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ച വ്യക്തമാകണം. കണ്ണിന് മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ, മനസ്സിനകത്ത് ഒരുപാട് പൈസയുടെ ആവശ്യങ്ങൾ വന്ന് നിൽക്കുമ്പോൾ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ ഒരു കാര്യത്തിലുള്ളതായ വ്യക്തതകൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു പ്രത്യാശ നൽകും, ദൈവം ജ്ഞാനം നൽകും, പിന്നെ പുതുവഴി തുറക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ഈ കടങ്ങളെ ആദ്യം കൈകാര്യം ചെയ്യാൻ നിങ്ങളിത് പേപ്പറിലേക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പാസ്റ്റർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്? ദൈവമക്കളെ, ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ. ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കുന്ന ഫസ്റ്റ് പേഴ്സൺ അല്ല നിങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വിഷയവുമായി പൊരുതിക്കൊണ്ട് തകർച്ചയുടെ പടിവക്കിൽ നിന്ന ആയിരക്കണക്കിന് മനുഷ്യരോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളൊരു പാസ്റ്ററാണ്. അനേകായിരങ്ങളുടെ ജീവിതത്തിൽ പുതിയ പാതയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടൊരു ദൈവ മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ പ്രാഗൽഭ്യമുണ്ട്. ഈ വിഷയത്തിൽ എനിക്ക് പരിജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളിത് ചെയ്തേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ പേപ്പറിലെ കടത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുക, മനസ്സിനകത്തെ ആശങ്കകളെയല്ല. നിങ്ങൾ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ പേപ്പറിലെ കടങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങുക. ഇനിയും എന്ത് ചെയ്യണം? പെട്ടെന്ന് പറഞ്ഞു തരാം. ഏറ്റവും ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. ദീർഘകാലത്തിൽ കൂടുതൽ പലിശ നിങ്ങൾക്ക് ഇത് ലാഭിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കടം ആദ്യം തീർത്ത് നിങ്ങളൊരു മാനസിക ഉല്ലാസം നിങ്ങൾ നേടിയെന്ന് വന്നേക്കാം. നോ, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആ വലിയ കടങ്ങളെ ആദ്യമേ തീർത്ത് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും കടം തീർത്താൽ മാത്രം, ചെലവ് കുറച്ചാൽ മാത്രം കാര്യങ്ങൾ തീരുമോ? തീരത്തില്ല. എന്ത് ചെയ്യണം? വരുമാനം കൂട്ടേണ്ടതായിട്ടുണ്ട്. ചെലവ് ചുരുക്കുന്നതിനോടുകൂടെ വരുമാനവും കൂട്ടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ കൂടെ എക്സ്ട്രാ ടൈം ജോലി ചെയ്ത് അതിന് കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടെത്തണം. വരുമാനം കൂട്ടാതെ കടം തീരാൻ പ്രയാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ 2 വഴികളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നിങ്ങളുടെ അനാവശ്യ ചെലവുകളെ കുറയ്ക്കുക, അതിൻ്റെ ബ്ലീഡിങ്ങുകൾ എവിടെയാണോ അത് വെച്ച് കിട്ടുക. 2, നിങ്ങളുടെ വരുമാനത്തെ കൂട്ടുക. മിക്കവാറും ആദ്യത്തേത് എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ വേഗത്തിൽ കടം തീർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്.
മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിക്കാത്ത പലവിധ ആസ്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു വാഹനം നിങ്ങളുടെ കയ്യിൽ കാണും. നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാതെ നിങ്ങൾ വെറുതെ മേടിച്ചിട്ടേക്കുന്ന ഒരു ഭൂമി നിങ്ങളുടെ കയ്യിൽ കാണും. നിങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള താല്പര്യത്തോടെ വാങ്ങിയിട്ട് നിങ്ങളിപ്പോൾ ഉപയോഗിക്കാതെ നിങ്ങൾ മാറ്റി വെച്ചേക്കുന്ന നിങ്ങളുടെ വീട്ടിലെ പഴയ ഉപകരണങ്ങൾ കാണും. നിങ്ങൾക്ക് സ്റ്റോക്കായിട്ട് കിടക്കുന്ന ഇത്തരം സാധനങ്ങൾ, നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ആസ്തികളെ ജീവനുള്ള പണമാക്കി മാറ്റുക. നിങ്ങൾക്ക് വരുമാനമല്ലാതെ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടും ഇന്ന് വെറുതെ പൊടി പിടിച്ച് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ആസ്തികളെയും ഈ ദിവസങ്ങളിൽ ഒരു ട്രാൻസാക്ഷനിലേക്ക് കൊണ്ടുപോവുക. അമിത ലാഭമല്ല അതിൽ പ്രതീക്ഷിക്കേണ്ടത്. അതവിടെ കിടക്കും തോറും അതിൻ്റെ മൂല്യം കുറയുകയാണ്. അതവിടെ തുടരും തോറും അത് നിങ്ങൾക്കൊരു തലവേദനയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഓക്കെ, അല്ല കഴിഞ്ഞ 6 മാസമായി നീ ആ മേഖലയിലേക്ക് തൊട്ടിട്ടില്ല, കഴിഞ്ഞൊരു 4 മാസമായി നിനക്ക് ആ കാര്യത്തിലേക്ക് തിരിയാൻ പോലും കഴിഞ്ഞിട്ടില്ല, അതപ്പോഴും അവിടെ ഒരു അധിക ഭാരമായി ഇരിക്കുകയാണോ? എത്രയും വേഗം അതിനെ പണമാക്കി മാറ്റുക. ദൈവത്തിൻ്റെ മക്കളെ, കടം കൊടുത്തവരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഒന്നെങ്കിൽ അവരോട് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞ് നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുമ്പോൾ ദൈവം ഇടപെടും. പലിശ കുറയ്ക്കാനും കാലാവധി കൂട്ടിത്തരാനും അല്ലെങ്കിൽ ഇത്ര തന്ന് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാമെന്നുള്ള ഡീലിലേക്ക് എത്താനും ഒക്കെ അവർ തയ്യാറാകും. പലപ്പോഴും നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾ അവരെ ഒഴിഞ്ഞു മാറുന്നത്, അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നത്, അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ അവർക്ക് മുഖം കൊടുക്കാതിരിക്കുന്നത്, പെരപൊട്ടി പുറത്തിറങ്ങി പോകുന്നത്, അത് തെറ്റാണ്. അത് ചെയ്യരുത്. പലപ്പോഴും അത് പ്രശ്നം വഷളാക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കണം കേട്ടോ. ഇത് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മാന്യമായ ഒരു ചുവടുവെപ്പാണ്. തീർന്നില്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ രൂപയ്ക്കും ഉത്തരവാദിത്വം ഉണ്ടാകണം. ഓരോ രൂപയോടും എവിടെ പോകുന്നു എന്ന് ചോദിക്കണം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവല നിയന്ത്രണമല്ല, പകരം അത് ഓരോ രൂപയും എവിടേക്ക് പോകുമെന്ന് മുമ്പേ തീരുമാനിക്കുന്നതാണ്. ഒരു കല്യാണം തീരുമാനിച്ചാൽ പെട്ടെന്ന് തലേദിവസമല്ല ആരെയും വിളിക്കുന്നത്. കൃത്യമായിട്ട് ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കും. നമുക്ക് ഇന്ന ആൾക്കാരെ വിളിക്കണം. അതിൽ ചിലരോട് നമ്മൾ പറയും തലേന്നേ വരണം, ഇത്ര ദിവസം മുമ്പേ എത്തണം, നിങ്ങളായിരിക്കണം ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടും ഒരു ക്രമീകരണം ഒരുക്കുന്നത് പോലെ, അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നത് പോലെ, ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓരോ രൂപ ഇവിടേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ദൈവമക്കളെ, ഇതെല്ലാം തീരുമാനിച്ച് കടം വീട്ടാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു അടിയന്തരമായൊരു ഫണ്ട് ഉണ്ടായിരിക്കണം. ഒരു അപ്രതീക്ഷിതമായൊരു ചെറിയ ചിലവ്, ഒരു ഹോസ്പിറ്റൽ കാര്യമോ പെട്ടെന്നൊരു വിഷയമോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഇനിയും ഒരു കടം എടുക്കേണ്ട സാഹചര്യം വരാതിരിക്കാൻ ക്രമേണ ഒരു അടിയന്തരമായ നിധി ഉണ്ടാക്കി വെക്കണം. നിനക്ക് 100 രൂപ കിട്ടുന്നതിൽ 20 രൂപ അതിനു വേണ്ടി മാറ്റിവെക്ക്. നിനക്ക് 500 രൂപ കിട്ടിയാൽ അതിനകത്തൊന്നൊരു 100 രൂപയെങ്കിലും മാറ്റാൻ തയ്യാറാകുക. കാരണം പണം അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ നിങ്ങൾക്കുണ്ടാകണം. ദൈവം നിങ്ങളെ അതിന് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മക്കളെ, തീർന്നില്ല, വരുമാനമുണ്ടാക്കുന്ന ആ ഒരു കഴിവ് എന്നും നേടിയെടുക്കേണ്ടതാണ്. ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ, ഒരു പുതിയ സർട്ടിഫിക്കേഷൻ നേടാൻ, ഒരു പുതിയ സൈഡ് ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സേവനത്തിലേക്ക് പോകാൻ. ഇന്ന് നമ്മൾ ഓൺലൈൻ മീഡിയകൾ തുറന്നാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് മുമ്പിലുള്ളത്. വെയിൽ കൊള്ളണ്ട, പോയി മഴ നനയണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ളതായ അറിവ് പലപ്പോഴും ചിലവ് കുറയ്ക്കുന്നതിനേക്കാൾ ശക്തമേറിയൊരു പരിഹാരമാണ്. എനിക്ക് പൈസ ഉണ്ടാകണം, എനിക്ക് ചിലവ് കുറയ്ക്കണം, ചിന്തിച്ചിരിക്കുക മാത്രമല്ല അതിനുള്ള വഴികൾ കൂടെ തേടുക. ദൈവത്തിൻ്റെ മക്കളെ, ആത്മീയവുമായി മാനസികവുമായി ബൈബിൾ കടത്തിയ ഒരു സാമ്പത്തിക വിഷയം മാത്രമായിട്ടല്ല കാണുന്നത്. അത് ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിപാലനവും വിടുതലും തരാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പാന്താവായിട്ടാണ് എനിക്ക് പലപ്പോഴും വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കർത്താവിനോട് സത്യസന്ധത പാലിക്കുക, നിങ്ങൾക്ക് നൽകി തന്നവരോട് സത്യസന്ധമായി പെരുമാറുക, കഴിയുന്നത് പോലെ മാത്രം വാഗ്ദാനങ്ങൾ പറയുക, അത് നിറവേറ്റുക. യാതൊരു വഴിയും കാണാതെ അടുത്ത മാസം 10-ാം തീയതി തരാം, അടുത്ത ആഴ്ച 20-ാം തീയതി വരുന്നല്ലോ ഞാൻ അന്ന് തരാം, ഒന്നും കാണാതെ വെറുതെ പറയരുത്. പണം കൈകാര്യം ചെയ്തതിൽ വിവേകം പുലർത്തുന്നത് പോലെ നിങ്ങളെ തന്ന് സഹായിച്ചവരോട് നിങ്ങൾ പറയുന്ന വാക്കിന് മൂല്യം കൊടുക്കണം. നിങ്ങളുടെ വാക്കിന് വിലയുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ സഹായിച്ചത്. നിങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അവർ പണം നൽകിയത്. ആ തന്നവർ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസം വെറും തെറ്റായിരുന്നു എന്ന് ഒരിക്കലും അവർക്ക് ബോധ്യപ്പെടരുത്. നിങ്ങൾക്ക് തന്ന് സഹായിച്ചവന് ഹൃദയം വേദനിക്കാൻ ഇടവരരുത്. കർത്താവെ, കൊടുത്തു തീർക്കാൻ എന്നെ സഹായിക്കണമേ. അവരോട് ആത്മാർത്ഥമായി പറയണം, എൻ്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിച്ചത് നിങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എനിക്കുള്ള 100 കണക്കിന് പ്രിയപ്പെട്ടവരെക്കാൾ ഉപരി നിങ്ങളെയാണ് ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളോട് വിശ്വസ്തനായിരിക്കും, ഞാനിത് തന്നു വീട്ടും. നിങ്ങൾ പറയുന്ന പല സമയത്തെ ആത്മാർത്ഥതയുടെ വാക്കുകൾക്ക് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നൽകിയവർക്ക് ബോധ്യപ്പെട്ടാൽ നിശ്ചയമായും വാഗ്ദത്തങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ശീലമാണെങ്കിൽ മനുഷ്യർ നിങ്ങളോട് നന്നായി തന്നെ പെരുമാറും. കടം ഒരു പണത്തിൻ്റെ പ്രശ്നമല്ല, അത് പലപ്പോഴും ഒരു ക്ലാഷ് ഫ്ലോ പ്രോബ്ലം മാത്രമല്ല, അതൊരു ശീലങ്ങളുടെ പ്രശ്നമാണ്, അത് തീരുമാനങ്ങളുടെ പ്രശ്നമാണ്, ചിലപ്പോൾ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളുടെ ഫലവുമാണ്. അതിനാൽ സ്ഥിരമായൊരു പരിഹാരം നേടിയെടുക്കണമെങ്കിൽ
വരുമാനം വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ചെലവുകളെ നിയന്ത്രിക്കണം. ഉയർന്ന പലിശയുള്ള കടങ്ങളെ വേഗത്തിൽ കുറയ്ക്കണം. പുതിയ കടങ്ങളിലേക്ക് പോയി ഇറങ്ങില്ല എന്ന് ദൈവസന്നിധിയിലും സ്വന്തം ജീവിതത്തിലും തീരുമാനിക്കണം. ഒരു ടേബിളിൻ്റെ മുമ്പിലിരുന്ന് ഫാമിലിയായിട്ട് അപ്പനും അമ്മയും മക്കളും കൂടെ ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണം. നമുക്ക് ഇത്രയാണ് ഇപ്പോഴത്തെ ബാധ്യതകൾ, നമ്മളത് തീർക്കാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്തേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ ആ ചർച്ചകൾ തന്നെ സുദീർഘമായ ഫലങ്ങളെ ഉണ്ടാക്കും. ദീർഘകാല സാമ്പത്തിക ശീലങ്ങളെ വളർത്തിയെടുക്കുക. നിങ്ങൾ ഈ പറയപ്പെട്ട ഈ സത്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് നിങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിങ്ങനെയുള്ളതായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന സാമ്പത്തിക വാതിലുകളെ കർത്താവ് ഇത് തുറക്കാൻ പോവുകയാണ്. ദൈവം എന്തുകൊണ്ട് ഇത്രയും നാൾ തുറന്നില്ല? നീ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ട്, നിനക്കത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട്. പലപ്പോഴും പണം വരാത്തതല്ല പ്രശ്നം, വരുന്ന പണത്തെ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തതാണ്. കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാനുള്ള പ്രാപ്തി ഇല്ലാത്തതാണ്. നിൻ്റെ ഭാവി ബാങ്ക് കർത്താവല്ല ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കുന്നത്. അത് ദൈവം നിനക്കൊരു ഓപ്ഷനായിട്ട് തന്നിരിക്കുകയാണ്. നിൻ്റെ ഭാവി, നിൻ്റെ ബാങ്ക് ബാലൻസ് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ അതിനുള്ളതായ ജ്ഞാനവും അതിനുള്ള പ്രത്യാശയും അതിനുള്ളതായ മാർഗങ്ങളും ഞാൻ നിനക്ക് തുറന്നു തരും. ഇത് നിങ്ങളുടെ അധ്വാന ഫലങ്ങൾ കൊയ്തെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് തുറന്നു വെക്കുന്ന പുതിയ വാതിലാണ്. ഈ വയൽ ഞാൻ നിനക്ക് തുറന്നു വെക്കുന്നു. ഇവിടെ നീയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പിടി വേണോ, ഒരു ചുമട് വേണോ, അതോ ഏക്കർ കണക്കിന് വേണോ? നല്ല സമയം, നല്ല ദിവസം, നല്ല ദൂത് ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. ശരിയായ ആളുകൾ, പുതിയ വരുമാനത്തിൻ്റെ വാതിലുകൾ, ഇതെല്ലാം യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരട്ടെ. സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. നിൻ്റെ കണ്ണുനീർ ഇന്നു മുതൽ ഒരു സാക്ഷ്യമായി മാറട്ടെ. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ നിൻ്റെ കണ്ണുനീര് കണ്ട് നിന്നെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവിന് നിങ്ങളോട് പറയാനുള്ള വ്യക്തിഗതമായ വാക്കുകളാണ് നീ ഇപ്പോൾ കേട്ടത്. ഇതിൻ പ്രകാരം ഒരു പുതിയ തീരുമാനമെടുത്ത് ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് എന്നോടുകൂടെ ലോകത്തിൻ്റെ നാനാകോണുകളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവരെ അലട്ടുന്ന ഈ മുഴുവൻ പ്രയാസങ്ങളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. യേശുവിൻ നാമത്തിൽ സമൃദ്ധി വരട്ടെ. യേശുവിൻ നാമത്തിൽ പുതിയ ബന്ധങ്ങൾ ഓപ്പൺ ആകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രോസ്പിരിറ്റി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ചെലവില്ലാതായി അത് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ വരുമാനം റൈസ് ചെയ്യപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാത്തരം ഫിനാൻഷ്യൽ ബ്ലീഡിങ്ങുകളും നിൽക്കട്ടെ. ഇവരുടെ ലൈഫിനകത്ത് ഒരു ഹെൽത്തിയായ സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും ഓപ്പണായി വരട്ടെ. ഞാൻ എൻ്റെ കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇവരെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അഴുക്ക് ശീലത്തിലേക്കോ ഒരു തെറ്റായ തീരുമാനത്തിലേക്കോ പോകാതെ കർത്താവ് നൽകിയ ജീവിതം ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഇവരെ സഹായിക്കുക. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും ജീവിതത്തിൽ പുരോഗതിക്കായി തയ്യാറാകുന്ന എല്ലാവരും ഈ പ്രവചനദൂത് കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ശുശ്രൂഷകൾ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ എനിക്ക് ജീവിതത്തിൽ പുറത്തു വന്നേ മതിയാകൂ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇൻഡിവിജ്വൽ സെമിനാറുകൾ, പ്രൊജക്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഇപ്പോഴത്തെ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരുവാനുള്ളതായ വിലയേറിയ നിർദ്ദേശങ്ങളും വിടുതലിൻ്റെ മാർഗങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ ശുശ്രൂഷയുമായി കണക്റ്റഡ് ആകുക, നമ്മുടെ ചർച്ചുമായിട്ട് ചേരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കോട്ടയത്ത് നമ്മുടെ ആരാധന നടക്കുന്നത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ, പ്രധാനമന്ത്രി ജൻ ഔഷധിയൊക്കെ പ്രവർത്തിക്കുന്ന MK ടവറിൻ്റെ 7ാം നിലയിലാണ്. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 9:30 മുതൽ അവിടെ ശുശ്രൂഷകളുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് എറണാകുളം YMCA ഹാൾ, ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. എറണാകുളത്തുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. പെരുമ്പാവൂരുള്ളവർ വരിക, തൃശ്ശൂരുള്ളവർ വരിക. ഈ ദിവസങ്ങളിൽ ഒത്തിരി പേർ വന്ന് അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിച്ചു പോകുന്നു. നിങ്ങൾ വരിക. രോഗശാന്തി സഭ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അത് വരുന്നവർക്ക് നൽകാറുണ്ട്. ദുരാത്മബാധകളിൽ നിന്നുള്ള വിടുതലുകൾ ഈ സഭയ്ക്കകത്ത് ദൈവം അനേകർക്ക് നൽകുന്നു. പ്രവചന ദൂതുകൾ നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് അത് നൽകുന്നു. ജീവിതത്തെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങൾ, വ്യക്തികളെ കൂടെ നിന്നവരെ കൈത്താങ്ങുന്ന ആത്മീക കൈത്താങ്ങലുകൾ, അത് നമ്മുടെ സഭയുടെ മുഖമുദ്രയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും ഇത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. നിത്യത വരെ നമുക്ക് യേശുവിൻ്റെ കരം പിടിച്ച് ഒരു കുടുംബമായി മുന്നോട്ടേക്ക് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കാണുന്നവർ ദൈവം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ
കർത്താവെ, അങ്ങേക്ക് നന്ദിയെന്ന് ആമേൻ എന്ന് കമൻറ്റുകൾ ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നത് ഞാൻ വ്യക്തമായി വായിക്കാറുണ്ട്. ഞാനത് വായിക്കുമ്പോൾ അതിന് കൃത്യമായി ഞാൻ ലൈക്കോ ഒരു ഹാർട്ട് ഇമോജിയോ നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, പാസ്റ്റർ അത് കണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ എൻ്റെ ശ്രദ്ധയിൽ ഞാനത് വെച്ചോളാം, എൻ്റെ പ്രാർത്ഥനയിൽ ഞാനത് ഓർത്തോളാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശു മഹാരാജാവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.